ലേബർ കോഡ് നടപ്പാക്കാൻ സംസ്ഥാനത്തിനുമേൽ കടുത്ത സമ്മർദ്ദമുണ്ടായെന്ന് വി ശിവൻകുട്ടി. തൊഴിലാളി സംഘടനകളുടെ വികാരം മാനിച്ച് തുടർ നടപടികൾ വേണ്ടെന്ന് വെച്ചു. കഴിഞ്ഞ 3 വർഷമായി നടപടികൾ സ്വീകരിച്ചിട്ടില്ല. നാളെ ട്രേഡ് യൂണിയനുകളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ 29 തൊഴിൽ നിയമങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുവന്ന 4 ലേബർ കോഡുകൾ, വേതന കോഡ്, വ്യവസായ ബന്ധ കോഡ്, സാമൂഹ്യ സുരക്ഷാ കോഡ്, തൊഴിൽ സുരക്ഷാ ആരോഗ്യ കോഡ് എന്നിവ 2025 നവംബർ 21 മുതൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2019 കേന്ദ്രം ഈ പരിഷ്കാരങ്ങൾ തുടങ്ങിയപ്പോൾ 2020 ചട്ടങ്ങൾ രൂപീകരിക്കുവാൻ സംസ്ഥാനത്തിനുമേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായി. ഇതിന്റെ ഭാഗമായി അന്ന് കരട് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയും അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തു. എന്നാൽ ഏകപക്ഷീയമായി ഇത് നടപ്പിലാക്കുവാൻ കേരളം തയ്യാറായില്ല. അന്ന് തൊഴിലാളി യൂണിയനുകൾ ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധതയ്ക്കെതിരെ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ വികാരം മാനിച്ചുകൊണ്ട് സംസ്ഥാനം തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് തൊഴിൽ മന്ത്രി എന്ന നിലയിൽ ഞാൻ അന്ന് നിർദ്ദേശം നൽകി. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇപ്പോൾ സംസ്ഥാന സർക്കാർ പോലും അറിയാതെ ഉദ്യോഗസ്ഥരിലൂടെ ലേബർ കോഡ് നടപ്പാക്കിയായിരുന്നു എന്നുള്ള വിവരമാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്? സ്മൃതി, ഇക്കാര്യത്തിൽ മന്ത്രി പറയുന്നത് 2021 ഡിസംബർ 14 കരട് ചട്ടം വിജ്ഞാപനം ചെയ്യുന്നത്. അക്കാര്യത്തിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ അക്കാര്യങ്ങളൊന്നും തന്നെ മന്ത്രി നിഷേധിക്കുന്നില്ല. പക്ഷെ അതേസമയം തന്നെ തൊഴിലാളി സംഘടനകളെല്ലാം അറിഞ്ഞുകൊണ്ട്, ട്രേഡ് യൂണിയനുകളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അത് താല്പര്യപ്രകാരം ചെയ്തതല്ല. സംസ്ഥാനത്തിന് മേൽ കടുത്ത സമ്മർദ്ദം കേന്ദ്രത്തിൽ നിന്നുണ്ടായി. കേന്ദ്ര തൊഴിൽ സെക്രട്ടറി സംസ്ഥാന തൊഴിൽ സെക്രട്ടറിക്ക് മേൽ കടുത്ത സമ്മർദ്ദമാണ് അന്ന് ഉണ്ടാക്കിയത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കരട് ചട്ട വിജ്ഞാപനം നടത്തിയത്. പക്ഷെ അത് നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 3 വർഷത്തോളമായി അക്കാര്യത്തിൽ ഒരു നടപടിയും വേണ്ട എന്നുള്ള കാര്യം തൊഴിൽ വകുപ്പ് തീരുമാനിച്ച് താൻ തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയത് എന്നുള്ളതാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രേഡ് യൂണിയനുകൾ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. അതായത് ചട്ടം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ട്രേഡ് യൂണിയനുകളുമായി ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ വികാരം മാനിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളത് തൊഴിൽ മന്ത്രി എന്ന നിലയിൽ താൻ സ്വീകരിച്ചത്, അല്ലെങ്കിൽ അന്ന് നിർദ്ദേശം നൽകിയത് എന്നുള്ളത് കൂടി മന്ത്രി പറയുന്നുണ്ട്. 2022 ജൂലൈ 2 തിരുവനന്തപുരത്ത് വെച്ച് ട്രേഡ് യൂണിയൻ പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും നിയമവിദഗ്ധരും ഒക്കെ ചേർന്നുകൊണ്ട് വലിയൊരു ശില്പശാല സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷെ നടപ്പിലാക്കില്ല എന്ന മന്ത്രി ആവർത്തിച്ച് പറയുകയാണ്. അത് സമ്മർദ്ദത്തിന്റെ പുറത്ത് മാത്രം രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്തതാണ് കരട് ചട്ടം. അത് നടപ്പിലാക്കേണ്ട എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിവെച്ചിട്ടുള്ളത് എന്നുകൂടി മന്ത്രി പറയുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി മന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സംസ്ഥാനം അത്തരത്തിൽ വിളിച്ചു ചേർക്കും. തൊഴിൽ മന്ത്രിമാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് BJP ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളെയും നിയമവിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് ഇത്തരത്തിലൊരു കോൺക്ലേവ് സംസ്ഥാനം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും അന്നത്തെ ട്രേഡ് യൂണിയനുകൾ ഇക്കാര്യം അറിഞ്ഞിരുന്നു എന്നുള്ളത് മന്ത്രി ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അത് ഉറപ്പിച്ച് പറയുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.